ഹലോ ഫ്രണ്ട്സ്, ഒന്ന് പുറത്തു പോകാൻ വേണ്ടി ഒരുങ്ങുന്ന കേട്ടോ. ഞാനൊന്ന് സിമ്പിളായിട്ടൊന്ന് ഒരുങ്ങുന്നത്, ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടുതലൊന്നും ഒരുങ്ങാറില്ല. അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഒരു സൺസ്ക്രീൻ ഇട്ടു, പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു, ഇതൊക്കെ തന്നെ ഇടാറുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ എന്താ സൺസ്ക്രീനാണ് ഇട്ടത്. അങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ അത് എൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ അതും ഇട്ടു. കണ്ട, അതിട്ടപ്പോൾ സ്കിന്നിൻ്റെ ഒരു മാറ്റം കണ്ടു. അതും കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും ഇല്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് ഞാൻ ഇടുന്നത് ഒരു 3 ഷെയ്ഡായിട്ടാണ് കേട്ടോ. 3 കളറ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടത്. ഒരു കളറ് മാത്രം ഇടുമ്പോൾ നമുക്ക് അത്രയും ഭംഗിയിട്ട്, ഇത് 3 കളറാണ് കേട്ടോ. 3 കളർ വന്നപ്പോൾ അതിൻ്റെ കളർ കണ്ടില്ലേ. പിന്നെ മുടി അങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല, കാരണം സമയമില്ല. ബ്ലോ ഡ്രൈ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് കുളിച്ച് അങ്ങനെ തന്നെ ഇട്ടതാട്ടോ, വേറെ ഒന്നും ചെയ്തില്ല. അപ്പം എൻ്റെ മുടി ഇങ്ങനെ തന്നെയാണ്, കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്താൽ അത് നല്ല ഭംഗിയായി കിടക്കും. പിന്നെ ഇന്ന് അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തു. ഇതുപോലൊന്ന് ചുമ്മാ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ. ഇങ്ങനെ ചെയ്തു. ഇത് തന്നെ ഞാൻ മുടി ചെയ്യുന്നത്. അത്യാവശ്യം പുറത്ത് പോകുമ്പം ഇത്രേ ചെയ്യൂ, എപ്പോഴും അങ്ങനെ ബ്ലോ ഡ്രൈ ഒന്നും ചെയ്യാൻ നിൽക്കില്ല. പിന്നെ ഒരു റിങ് ഇട്ടു. പിന്നെ മുടി കെട്ടിയത് ശരിയായില്ലെന്ന് തോന്നി വീണ്ടും അങ്ങനെ അഴിച്ചു കൊടുത്തു. പിന്നെ ആ ഒരു ലുക്ക് നോക്കി, പക്ഷെ പിന്നെ കെട്ടുക നല്ലതെന്ന് തോന്നി വീണ്ടും കെട്ടി. അങ്ങനെ അത് കഴിഞ്ഞു എൻ്റെ ഒരുക്കം. ഇനി ഒരു കമ്മലിടണം. കമ്മലിതേ, ഈ ഒരു കമ്മൽ ഞാൻ സെലക്ട് ചെയ്ത് അങ്ങനെ ആ കമ്മലിട്ട് കൊടുക്കും. അങ്ങനെ ആ ഒരു കമ്മലിട്ട് കൊടുത്തു. അത് തന്നെ കമ്മലിട്ട് ഒന്ന് നോക്കി, കമ്മൽ ഭംഗിയുണ്ടെന്ന് തോന്നി. അങ്ങനെ ഒരുക്കം ഏകദേശമായി. അതിൽ കൂടുതലൊന്നും പിന്നെ അങ്ങനെ ഒരുങ്ങില്ല. അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ പിന്നെ ഒരു വാച്ച് കെട്ടി, വാച്ചും കെട്ടി. അത്രേ ഉള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നുമില്ല. മുടിയൊക്കെ ഒന്ന് ലെവൽ ചെയ്തു. എൻ്റെ ഒരുക്കം ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇനി ബാഗ് ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. 2 ബാഗും ഇട്ട് നോക്കി. ഈ ബാഗ് വെച്ച് നോക്കി. പിന്നെ എനിക്ക് തോന്നിയേ അത് പോരാ, എൻ്റെ ഡ്രസ്സിന് മാച്ചാവുന്ന ബാഗ് ഇതാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ ആ വെള്ള ബാഗ് എടുത്തു കേട്ടോ. അത് ചൂസ് ചെയ്ത് വെച്ചു. പിന്നെ വീണ്ടും ഒന്നുകൂടി മുടിയൊക്കെ നോക്കി, എല്ലാം ഓക്കെ ആണെന്നൊന്ന് നോക്കി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, പുറത്തിറങ്ങി. അപ്പോൾ തന്നെ ഇരുടായി, സന്ധ്യ ആയിട്ടോ. ഇതൊരു സന്ധ്യ സമയത്ത് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ കാറ് കയറി. ഇവിടെ ഇപ്പം ഒരു 5 മണിയൊക്കെ ആകുമ്പം ഇരുടാവുന്നുണ്ട്. 5:30 ആകുമ്പം തന്നെ, 5 മണി കഴിയുമ്പോൾ ഇരുടാവും. 5:30 ആകുമ്പം നല്ല ഇരുടങ്ങനെ വരും. അങ്ങനെ സമയം ഇപ്പോൾ ആ ഒരു സമയം അത്രേ ആയുള്ളൂ. ആ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു ചായ കുടിക്കണം. അവിടെ ഒരു ചായക്കടയുണ്ട്. അങ്ങനെ ചായക്കടയിൽ അടുത്ത് നിർത്തി. കഫ്തീരിയാണ് കേട്ടോ. അവിടെ നിർത്തി ഒരു പരിപ്പുവടയും ചായയും. ആ ചായക്കടയിലെ പരിപ്പുവട കഴിക്കാൻ അധികം വൈകുന്നേരങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. കാരണം ഭയങ്കര ഇഷ്ടം. നല്ല നാട്ടിലത്തെ അതേ രുചി തോന്നും ആ പരിപ്പുവടയും ചായയും കുടിച്ചു. അങ്ങനെ വണ്ടിയിലിരുന്ന് ആസ്വദിച്ചങ്ങ് കുടിച്ചു. നല്ല ചായയാണ്, പരിപ്പൊടിയാണ്. പിന്നെ എൻ്റെ വർത്താനം കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കണം കേട്ടോ, എൻ്റെ വർത്താനമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടാ. ഇത്രയൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുവേ. നിങ്ങൾ വിചാരിക്കണ്ടേ ഇവൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. പക്ഷെ ഇതൊക്കെ തന്നെയാണ് വർത്താനം.
കാരണം ഞാൻ പറയുന്നതൊക്കെ എനിക്ക് പറയാൻ പറ്റും, അതാ ഇങ്ങനെ പറയുന്നത്. പരിപ്പുവട തിന്നുകൊണ്ടും വണ്ടിയിൽ തന്നെ അവിടെ തന്നെ ഇരുന്ന് നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിച്ചു. കാരണം നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്, ഒരു ഷോപ്പ് തേടി പോകുന്നത്. അത് നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ തന്നെ വണ്ടിയിലിരുന്ന് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് അങ്ങനെ അതിൻ്റെ നേരെ ചായക്കടയുടെ നേരെ മുന്നിൽ തന്നെ നമ്മൾ വണ്ടിയും പാർക്ക് ചെയ്ത് ചായ കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ടു. അവിടുന്ന് വീണ്ടും നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ എത്തി. ഒരു സാധനം എടുക്കാൻ മറന്നുപോയി എന്നും പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും തിരിച്ചു വന്നതാണ്. അതും എടുത്ത് പിന്നെ വിട്ടു നമ്മൾ. പിന്നെ നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ദൂരമുണ്ട്. പോകുന്ന വഴികളാണ് ഇതെല്ലാം. റോഡിൻ്റെ സൈഡിൽ ഇതാ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ പാലം എന്നൊക്കെ പറയും. പാലമൊന്നുമല്ല, പക്ഷെ അതുപോലത്തെ ഒരു ടൈപ്പാണ്. കാണാൻ നല്ല ഭംഗിയ ലൈറ്റുകളാണിത്. രാത്രി ആകുമ്പോൾ വെച്ചാൽ അത്രയും നല്ല ലൈറ്റുകളായിരിക്കും ഇവിടെ. അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെയൊക്കെ കാണുന്ന സ്ഥലങ്ങളൊക്കെ ആട്ടോ ഇത്. രാത്രി ഇങ്ങനെ വണ്ടി പോകുമ്പോഴുള്ള ലൈറ്റുകളും അതൊക്കെ അങ്ങനെ എടുത്തു. അങ്ങനെ എത്താറായി. ഏകദേശം നമുക്ക് എത്തേണ്ട ഷോപ്പ് നമ്മളിങ്ങനെ നോക്കുക, എവിടെയാന്ന് തപ്പി പിടിക്കണം. കാരണം അവിടെ കുറേ ഷോപ്പുകളുണ്ട്. അപ്പം നമ്മുടെ ഷോപ്പ് ഏതാണെന്ന് കണ്ടു വണ്ടിയിൽ നിന്ന് തന്നെ നോക്കുക, ഇവിടെ നിർത്തണം, എവിടെ ഇറങ്ങണം, അതും നോക്കി പോയിക്കൊണ്ടിരിക്കുക. ഷോപ്പിൽ മുന്നേയും വന്നിട്ടുണ്ട്, പക്ഷേ ഷോപ്പ് കണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് വരുവാണേ ഷോപ്പിലേക്ക്. കാരണം മുന്നേ വന്നിട്ടുണ്ട് ഷോപ്പിൽ. എനിക്ക് ചിലപ്പോൾ എത്ര പോയാലും പിന്നെയും മനസ്സിലാവുന്നില്ല വഴികളെ. ഇത്രയും വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചിലപ്പോൾ വഴിയൊന്നും തെറ്റാറുണ്ട്, മനസ്സിലാകാറില്ല. അങ്ങനെ നമ്മളിതാ വീണ്ടും ചുറ്റി വേറൊരു സൈഡിലൂട്ട് വന്നു. ഏകദേശം ഷോപ്പെത്തി. അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഷോപ്പിലേക്ക് നടന്നു പോകുന്ന രംഗാട്ടാ. ഷോപ്പ് കയറി നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നോക്കുക. നമ്മൾ ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയില്ല, എന്നാലും കിട്ടിയതൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഷോപ്പ് കയറിയതല്ലേ, നമുക്കൊന്നും വാങ്ങാതെ ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വല്ലതും വാങ്ങണ്ടേ, നമ്മൾ ഉദ്ദേശിച്ച് പോയ സാധനം കിട്ടാതെ പിന്നെ അവിടെ നിന്നൊരു സാധനമൊക്കെ എടുത്തു. അവർ കുറേ കാണിച്ചു തന്നു സാരികളും, അങ്ങനെ ഒരുപാട് നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി, കുറേ സാരികൾ നോക്കി, കുറേ എല്ലാം നോക്കി, ഡ്രസ്സെല്ലാം നോക്കി. അങ്ങനെ നോക്കി, നല്ല കളർഫുള്ള്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് സമയം അങ്ങനെ ആ ഷോപ്പിൽ നിന്നു. അങ്ങനെ നമ്മളതും അവിടുന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങി. പിന്നെ നമുക്ക് വേറെയും സാധനങ്ങൾ വാങ്ങണ്ട കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചത് അവിടെ ഇല്ലാത്തതുകൊണ്ട് വേറെ ഷോപ്പിലും കൂടി കയറി നോക്കാമെന്ന് കരുതി. അപ്പുറം നമ്മൾ കയറി നോക്കി. ആ പോകുന്ന രംഗമാണ് കേട്ടോ ഇത്. അവിടെയും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടത്തേക്ക് കയറിപ്പോകുന്ന രംഗം ഇത്. അപ്പോൾ അവിടെയൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് ഇവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെ കുറേ ഷോപ്പിലെല്ലാം കയറി. അങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും വേറൊരു ഷോപ്പ് കയറി. അവിടെയും സാധനവും ഇല്ല. അങ്ങനെ ലിഫ്റ്റിലിറങ്ങുന്നൊരു രംഗം ഞാൻ എടുത്തു. ആ ഷോപ്പിൽ നിന്ന് ലിഫ്റ്റിലിറങ്ങി വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് പോയി. അങ്ങനെ വണ്ടിയിലേക്ക് കയറി നടന്നു വരുന്ന രംഗം കേട്ടോ. അങ്ങനെ പിന്നെന്താ ചെയ്യുക, അങ്ങനെ വണ്ടിയിൽ കയറി. ഇനിയിപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ വിടുക. അവിടുന്ന് വണ്ടിയിൽ ഞങ്ങളങ്ങനെ കയറിയിട്ട് ഇനി തിരിച്ചു പോകാം എന്നുള്ള ഇതിൽ നമ്മൾ വണ്ടി വിടാൻ വേണ്ടി പോവുക. അങ്ങനെ വണ്ടി വിട്ടു. വിശപ്പ് വന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല വിശപ്പായിരുന്നു, കാരണം നമ്മളൊരു 5-5:30 മണിക്ക് ഇറങ്ങിയതാണ്. സമയം 10 മണിയായി. ഇപ്പം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ സമയം 10 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ എന്തേലും ഫുഡ് കഴിക്കാം, കാരണം അത്രയും വിശപ്പാണ്. വീടെത്താൻ സമയമില്ല, ഇവിടെ നല്ല ഫുഡാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇരുന്നു ഫുഡെല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ
ഒരു സാലഡൊക്കെ കഴിക്കാൻ കൊണ്ടുവന്നു. കക്കിരി, ക്യാരറ്റൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച്. ഫുഡ് വരുന്നവരെ കഴിക്കണ്ടേ, കാരണം വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ ഇരുന്നിട്ടും. എവിടെ പോയാലും ഫോട്ടോ എടുക്കൽ തന്നെ കേട്ടോ പരിപാടി. അങ്ങനെ അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. ക്യാരറ്റൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡ് വരുന്നുണ്ടോ നോക്കിയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്താൻ വേണ്ടി കാത്തിരിക്കുന്ന രംഗമായത്. പിന്നെ വിശപ്പിൻ്റെ ഇതിൽ ആ ക്യാരറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. കാരണം എത്ര മണിക്ക് നടക്കാൻ തുടങ്ങിയതാ. അങ്ങനെ ഒടുവിൽ പ്ലേറ്റ് വന്നു. പ്ലേറ്റ് വന്നപ്പോൾ മനസ്സിലായി ഫുഡ് ഇപ്പോൾ വരും. അങ്ങനെ ഫുഡും വന്നു. ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നു. ഞാൻ പൊറോട്ടയായിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ ബാർബിക്യൂ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല വിശപ്പായതുകൊണ്ട് പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ച്. ചിക്കൻ കറിയുണ്ട്, പിന്നെ ബാർബിക്യൂ ഉണ്ട്. എല്ലാം ഒന്ന് പെട്ടെന്ന് ടേസ്റ്റ് ചെയ്തു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വിശപ്പും കൂടുമ്പം നമുക്ക് നല്ല ടേസ്റ്റ് തോന്നും, അതുമുണ്ട്. പക്ഷേ ഫുഡെല്ലാം നല്ല അടിപൊളി ഫുഡാട്ടോ. ഇവിടുത്തെ ബാർബിക്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്. അങ്ങനെ അതെല്ലാം ആസ്വദിച്ച് കഴിച്ചു. കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ വിശപ്പ് കൊണ്ട് പെട്ടെന്ന് കഴിക്കണമെന്ന് കരുതിയുകൊണ്ട് പിന്നെ ബാക്കിയൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല എന്ന് പറയാം. കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്തു. പിന്നെ ഇപ്പം ഞാനിതാ തുടങ്ങും, അപ്പം ഞാൻ ഓഫ് ചെയ്യും. അത്രയും ഞാൻ എടുത്തുള്ളൂ കേട്ടോ വീഡിയോ. പിന്നെ ഞാനിത് കഴിച്ച് ഏകദേശം കഴിച്ച് കഴിഞ്ഞു ഏകദേശം കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വെറുതെ എന്തൊക്കെയോ കുറിച്ചുകൊണ്ടിരിക്കുക. അതും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി